രണ്ടുപേരെയാണ് യഥാർത്ഥത്തിൽ തൂക്കിക്കൊല്ലുന്നത്. നാരായൺ ആപ്തെയും നാഥുറാം ഗോഡ്സെ. ബാക്കി 6 പേര് സവർക്കറിനെ ഒഴിവാക്കി ബാക്കി 5 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയാണ്. അതിലൊരാളായിരുന്നു ഗോപാൽ ഗോഡ്സെ, നാഥുറാം ഗോഡ്സെയുടെ ഇളയ സഹോദരൻ. നാഥുറാം ഗോഡ്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുത്തിയിട്ട രാമൻ എന്നാണ്. കാരണം നാഥുറാം ഗോഡ്സെയുടെ മൂത്ത 3 സഹോദരന്മാർ കാലത്തിൽ മൃതിയടഞ്ഞപ്പോൾ ആൺകുട്ടികൾ ആ വീട്ടിൽ വാടില്ല എന്നുള്ള ഒരു അന്ധവിശ്വാസം അവരുടെ മാതാപിതാക്കൾക്കുണ്ടായി. പിന്നെ ജനിച്ച നാഥുറാമിനെ ഒരു പെൺകുട്ടിയായിട്ട് വളർത്തി, മുക്കുത്തിയൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തി. ഗോപാൽ ഗോഡ്സെ ജനിക്കുമ്പോഴാണ് ഇയാളെ വീണ്ടും ആണാക്കി കൺവേർട്ട് ചെയ്തത്. അങ്ങനെയാണ് ഈ നാഥുറാം എന്നുള്ള ഒരു പേര് തന്നെ വരുന്നത്. ഈ ഗോപാൽ ഗോഡ്സെ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു, തൂക്കിക്കൊല്ലുന്നില്ല, പുള്ളിയെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുന്നു. നാഥുറാം ഗോഡ്സെ കോർട്ടിൽ കൊടുക്കുന്ന അഫിഡാവിറ്റ് ആദ്യം പബ്ലിഷ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരുപാട് ശേഷമാണ് ഗോപാൽ ഗോഡ്സെ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ടാണ് പുസ്തകം ഉണ്ടാക്കുന്നത്. നാഥുറാം ഗോഡ്സെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ ദിവസവും ആളുകൾ വിചാരിച്ചു അങ്ങനെ എന്തോ ഒരു പ്രതിഷേധമാണെന്നാണ് കരുതിയത്. പക്ഷെ പുള്ളി പോയിന്റ് ബ്ലാങ്ക് തൊട്ടടുത്ത് വന്നിട്ട് ഒരു മാല പോലെയാണ് ആ വെടിയുണ്ട 3 അപ്പോൾ ഗാന്ധിജിയെ നാഥുറാം ഗോഡ്സെ മാലയിട്ടു, ചുമ്മാ ജസ്റ്റ് കവിഭാവന, അങ്ങനെ അവിടെ വെച്ച് തന്നെ പുള്ളി മരിക്കുക. ഗോഡ്സെ എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടി അവിടെ വെച്ച് തന്നെ. അവിടെ തന്നെ ആയിരുന്നു എയർഫോഴ്സിൻ്റെ ഒരു ഓഫീസർ ഗോഡ്സെ വെടിവെച്ച് കൊല്ലാൻ ഒരുങ്ങി. എന്തുകൊണ്ടോ പോലീസ് അതിൽ നിന്ന് ഒഴിവാക്കി അങ്ങനെ പുള്ളിയെ പിടിക്കുക. രക്ഷപ്പെടാനൊന്നും ശ്രമിച്ചില്ല ഗോഡ്സെ. ഗോഡ്സെ സംബന്ധിച്ചുള്ള ഇറ്റ്സ് പ്യൂർലി പൊളിറ്റിക്കലാണ്, വേറെ ഒന്നുമില്ല തലയിൽ. ആ ഒരു മാനസികാവസ്ഥയിലാണ്. രാജ്യത്തിന് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അവസാന നിമിഷം വരെ ഗോഡ്സെയുടെ ഒരു നിലപാടായിരുന്നു. ഗോഡ്സെ തൂക്കിലേറ്റിയ വിഷയങ്ങളും ആളുകൾ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇവന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമവും ഒരു പ്രയാസമൊക്കെ. ഗാന്ധിജിയെ വെടിവെച്ച കാര്യം പറയുന്ന സമയത്ത് എന്താ ഒരു സന്തോഷം, കവിഭാവനകളൊക്കെ അങ്ങോട്ട് ഉണരുക. ഇങ്ങനെ ഉണ്ടാവുമോ ഒരു ജീവി? ഗോഡ്സെന്റെ ഉള്ളിലുള്ള നന്മകൾ തിരിച്ചറിഞ്ഞ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഈ പരമനാറി. സോറി കേട്ടോ, നാറികളെ എന്നോട് ക്ഷമിക്കും, ഞാൻ നിങ്ങളെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞല്ല. ഗാന്ധിജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് കേട്ടോക്കാം. RSS ആണോ ഹിന്ദു മഹാസഭയാണോ ഗാന്ധിജിയെ കൊന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും അന്ന് ഗാന്ധിജിയെ കൊല്ലേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. RSS ആണെങ്കിലും ഹിന്ദു മഹാസഭ ആണെന്നുണ്ടെങ്കിലും ഗോഡ്സെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു കാരണം കേട്ടോ. ഗാന്ധിജിനെ വെറുതെ ഒന്നും ഇതാക്കുന്നില്ല. ഗോഡ്സെ എന്ന് പറഞ്ഞാൽ ഒരു തലയിൽ വേറെ ഒന്നുമില്ല, ഭയങ്കര നിലപാടൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അതേ സമയത്ത് ഗാന്ധിജിക്ക് നിലപാടില്ലല്ലോ. ഗാന്ധിജിയാണ് അവിടെ യഥാർത്ഥ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് നമ്മളെ ഈ ജീവി പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ ഒരുപാട് ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നുണ്ട്. ഗാന്ധിജി അതിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. ആകെ സംസാരിക്കുന്നത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ നിയന്ത്രണം പ്രാപിക്കണം എന്ന് മാത്രമാണ്. അങ്ങനെ ഗാന്ധിജി പറഞ്ഞു. ശരിക്ക് മൂപ്പരെന്തേ പറഞ്ഞിനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ പോയ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതെന്തേനി? സർവ്വമത സമ്മേളനങ്ങളാണ് പുള്ളി നടത്തുന്നത്. അള്ളാ തേരെ നാം സബ്കോ സമ്മതി ദേ ഭഗവാൻ, അല്ലേ? ഈശ്വർ അള്ളാ തേരെ നാം, ഈശ്വരൻ അള്ളാ എന്നൊക്കെ പല നാമങ്ങളാണ് അങ്ങനെയൊക്കെയുള്ളത്, എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെയുള്ള ഇതാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ രസം, സർവ്വമത സമ്മേളനങ്ങൾ എപ്പോഴൊക്കെ ഖുർആൻ ഇദ്ദേഹം എടുത്ത് വെച്ച് വായിക്കുമ്പോൾ അപ്പോഴെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള ആളുകൾ ഒബ്ജക്റ്റ് ചെയ്യുമായിരുന്നു. അതെ 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 എല്ലാ മതങ്ങളും ദൈവങ്ങളും ഒന്നാണ് എന്ന് പറഞ്ഞതാണ് മൂപ്പര് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെ സർവ്വമത സമ്മേളനങ്ങളൊക്കെ നടത്തിയും ഗീതയും ഖുറാനും ബൈബിളും കാര്യങ്ങളൊക്കെ മൂപ്പര് ഉദ്ധരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഖുറാൻ ഉദ്ധരിക്കുന്ന സമയത്ത് അവിടെ ആളുകളല്ല, ചാണകസംഖ്യകൾ, അവിടെ വലിയ വിവാദമൊക്കെ ഉണ്ടാവില്ലെന്നൊക്കെയാണ് പറഞ്ഞത്.